പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇങ്ങനൊരു നിമിഷത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക എന്നത് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം പോലെയുള്ളൊരു പദവിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച ഒരാളെ അല്ല. പ്രത്യേകിച്ച് അങ്ങനെ CPM-നോട് വല്ലാത്ത അനുഭാവമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നില്ല ഞാൻ. എന്നാൽ എന്റെ വിദ്യാർത്ഥി കാലമാണ് എന്നെ ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തി. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടന്നെന്നും നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടുമെന്നെല്ലാമുള്ള വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട നാട്ടിൽ നടന്ന പ്രതിഷേധങ്ങൾ ഏതാണ്ട് ആ ഘട്ടത്തിൽ തന്നെ സഖാവ് സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടത്. ഇങ്ങനെയൊരു സംഘർഷഭരിതമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്ക് DYFI ബന്ധം കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ SFI-യിൽ ചെറിയ പ്രകടനങ്ങളിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തു. ആ ഘട്ടത്തിലാണ് ബാലസംഘത്തിന്റെ യൂണിറ്റ് സെക്രട്ടറി എല്ലാമായി ഈ രംഗത്ത് സജീവമായി കടന്നു വരുന്നത്. പിന്നീട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം കോളേജിലൊക്കെ ചേർന്ന സന്ദർഭത്തിൽ SFI-യുടെ ഏരിയ നേതൃത്വത്തിലേക്ക് വന്ന് ഇതിന്റെ ഭാഗമായി മാറുകയായിരുന്നു. പിന്നീട് എന്റെ ജീവിതം മുഴുവൻ SFI-യിലും DYFI-യിലുമായിരുന്നു. ഞാൻ ആദ്യമായി DYFI-യുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോലമ്പ്ര മേഖലാ സമ്മേളനത്തിലായിരുന്നു. അന്ന് എനിക്ക് ഈ സമ്മേളനത്തെ സംബന്ധിച്ചൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. എന്നോട് എന്റെ നാട്ടിലെ അന്നത്തെ വില്ലേജ് സെക്രട്ടറി കുർബാനി മനോജ് എന്ന് പറയുന്ന ഒരു സഖാവ് പറഞ്ഞു, എന്റെ ചങ്ങായിമാരെല്ലാം ഉണ്ട്, നീ കൂടി ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാനൊരു ലുങ്കിയെല്ലാം കൊടുത്ത് ആ സമ്മേളന ഹാളിൽ പോയി ഇരിക്കുകയും ഈ സംഘടനാ അജണ്ടകളൊക്കെ ആദ്യമായി കേൾക്കുകയും ചെയ്ത ഓർമ്മയാണ് എനിക്കിപ്പോ എന്റെ മനസ്സിലിങ്ങനെ കൂടിയിരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചപ്പോൾ മറക്കാൻ കഴിയാത്ത നിരവധി ഓർമ്മകൾ ഉണ്ടായി. നിരവധി സുഹൃത്തുക്കൾ, സഖാക്കൾ, കേരളത്തിൽ എവിടെ പോയാലും സഖാവയെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന നിരവധി മുഖങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. അറിയപ്പെടാത്ത ആയിരങ്ങളുമായി എനിക്ക് സഹോദര്യം നൽകി നിരൂപയുടെ എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് എന്ന് പറയുന്ന കവിതയിൽ പ്രതിപാദിച്ചതുപോലെ അറിയപ്പെടാത്ത ആയിരങ്ങളുമായിട്ട് സഹോദര്യം തന്നത് എന്റെ ഈ പ്രസ്ഥാനമാണ്. നമ്മുടെ സഖാക്കളുടെ നിരവധി ഇടപെടലുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിൽ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ മറ്റു നിരവധി പ്രതിസന്ധി ഘട്ടത്തിലും സമരമുഖത്തുമെല്ലാം എന്തിനും തയ്യാറായി ജീവൻ പണയം വെച്ച് ഇടപെടാൻ സന്നദ്ധമായി മുന്നോട്ട് വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിടവാങ്ങൽ വളരെ സാങ്കേതികമാണ്. ഈ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്ന ഉറപ്പാണ് എനിക്കിവിടെ നൽകാനുള്ളത്. ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ കെൽപ്പുള്ള, നല്ല സമരശേഷിയെല്ലാം പ്രകടിപ്പിച്ച നേതൃത്വമാണ് എനിക്ക് പിന്നാലെ വരുന്നത് എന്നതും ഏറെ അഭിമാനകരമാണ്. ഈ സംസ്ഥാന സെന്ററിന്റെ എല്ലാം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വസീഫ് ഉൾപ്പെടെയുള്ള സഖാക്കൾ എന്നും ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലുമെല്ലാം കരുത്തായി
നമ്മുടെ കൂടെ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. ജില്ലയിലുടനീളം ഡിവൈഎഫ്ഐയുടെ വിവിധ നിരകളിലുള്ള സഖാക്കളെല്ലാം കാണിച്ച സ്നേഹം, സഹോദര്യം എല്ലാത്തിനും ഈ സന്ദർഭത്തിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം, അനുഭവം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.